ലുലു മാളിൽ പോയപ്പോൾ എനിക്കൊരു ചിന്ത, എന്നാൽ ഒരു വ്ളോഗാക്കി ഇട്ടാലോ. ആദ്യം തന്നെ കൂട്ടൻ ക്രിസ്മസ് ട്രീ ആണ് ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ മുന്നോട്ട് നടന്ന് എൻട്രൻസിലേക്ക് കയറി. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എൻട്രൻസ് ആണ് കാണുന്നത്. ഇത് എസ്കലേറ്ററിൽ പോകാനുള്ള തിരക്കാണ്. എസ്കലേറ്ററിൽ പോകാൻ എന്ത് ആൾക്കാരാണെന്ന് നോക്കി. ഞങ്ങൾ എസ്കലേറ്റർ കയറിയപ്പോൾ താഴെ ഒരു മ്യൂസിക് ഷോ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. ക്രിസ്മസിനന്നാണ് ഞങ്ങൾ പോയത്. പിന്നെ ഓരോ കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ എഴുതിയപ്പോഴത്തേക്ക് അവിടുത്തെ തിരക്കമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഗെയിംസ്, പിള്ളേർക്ക് ഗെയിംസ് ഇഷ്ടമാണല്ലോ, അവിടെ കളിക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ ചെന്നു. നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിലും കയറ്റുമ്പോഴത്തേക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റാണെങ്കിൽ നല്ല ചാർജ്. അന്ന് തിരിച്ച് പോയേക്കാന്ന് കരുതി ഞാൻ തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വിളിച്ചു, തിരിച്ച് വാ, ഞാൻ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ചെന്ന് കയറിയപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിന്നൊരു കുട്ടി പാട്ട് പാടുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല പാട്ടായിരുന്നു. ആ കുട്ടി നന്നായിട്ട് പാടി. അത് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് കുട്ടികൾ ഗെയിംസ് കളിക്കാൻ തുടങ്ങി. കാറിലൊക്കെ കയറി വലിയ കാർ റൈഡറാന്ന് കരുതിയാണ് അവൻ കളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നോക്കുകയാണ്. അവിടുത്തെ ആൾക്കാരെ കണ്ടു. ഇത്രയും ആൾക്കാരുണ്ട് അവിടെ കാണാൻ തന്നെ. അത് കഴിഞ്ഞ് ഓരോ ഗെയിംസൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ആൾക്കാരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അച്ഛനും മോനോടെ കയറി ഗെയിം കളിക്കുകയാണ്. ആര് ജയിക്കുമോ തോക്കുമോ എന്നറിയാൻ. മോനേക്കാളും ഇൻട്രസ്റ്റിലാണ് അച്ഛൻ കളിക്കാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് പാറുക്കുട്ടിയെയും കൂടെ ഇരുത്തി അവളും കളിക്കാനിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ അവളെ കളി പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ഗെയിംസ് ഇവർ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ ഒരു കൊച്ചു കുട്ടി ഇരുന്നു, അവനും കളിക്കുകയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോഴത്തേക്ക് അടുത്ത കിച്ചനാണെങ്കിൽ അടുത്ത റൈഡിൽ കയറിപ്പോയി. ബൈക്ക് ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് അടിക്കുന്നുള്ള രീതിയിലാണ് അവൻ്റെ ഓടിക്കുന്നത്. മിക്കവാറും ഞാൻ വിചാരിച്ച ബൈക്ക് താഴെ ഇടുമെന്ന്. അതുപോലത്തെ സ്പീഡിലാണ് ആ ബൈക്ക് ഓടിക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് കളിയാക്കുകയും ചെയ്തു, തോക്കുകയോ എന്ന് കരുതി. അത് ഇവൻ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ പാറുവിന് ഓടിക്കണം. അത് അവസാനം അവളും കയറി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു താഴോട്ട് പോകുന്നു. പിന്നെയാണ് അത് മനസ്സിലായത് അത് മുകളിൽ നിന്നുള്ള ലിഫ്റ്റാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ് ഹൈപ്പർ മാർട്ടിൽ കയറി. ഹൈപ്പർ മാർട്ടിലെ തിരക്കാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് അറിയാത്തതുകൊണ്ട് ആദ്യം ഞങ്ങൾ വണ്ടടിച്ച് കുറേ നടന്നു. ഇതാണ് ഫ്രൂട്ട്സിൻ്റെയാണ് കാണുന്നത്. മാതള നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. പല ടൈപ്പ് ഫ്രൂട്ട്സും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ്, ആപ്പിളും ഒക്കെയാണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ഐഡിയയും ഇല്ലായിരുന്നു എവിടേക്കാണ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ കൊച്ചി ലുലു പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് അറിയാം എന്തൊക്കെ കാണും ഏകദേശം. ഇത് അറേബ്യൻ ഫ്രൂട്ട്സ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്ന് തോന്നി. പിന്നെ വെറുതെ എന്തിനാണ് മേടിച്ച് കളയുന്നത്. ഇത് പലതരം ഉപ്പിലിട്ടതും ഫ്രൂട്ട് സലാഡും ഒക്കെയാണ്. ഇത് പലതരം അച്ചാറുകളും ഒക്കെയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ കണ്ടു. ഫ്രൂട്ട് സലാഡ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ പലതരം പലഹാരങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഏതാണ് എടുക്കാൻ നോക്കിയപ്പോൾ ഇത് സാധാരണ കഴിക്കുന്നതല്ലേ. അത് കഴിഞ്ഞാൽ ഞങ്ങളെന്നാൽ വേറെ എന്തെങ്കിലും വൈകിട്ടത്തേക്ക് ഡിന്നറിന് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി. അന്നേരമാണ് എൻ്റെ കിച്ചൻ്റെ ഫേവറേറ്റായ യൂട്യൂബർ അഖിലിനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അഖിലിനോട് റിക്വസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടന്ന് പോയപ്പോഴത്തേക്ക് മീറ്റിൻ്റെ പലതരം വെറൈറ്റികൾ കണ്ടു. ഇത്രയും വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊച്ചി പോയപ്പോൾ ഓർമ്മ അന്ന് കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല. പലതരം മീറ്റ് എല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് സാധനങ്ങളും എല്ലാം മേടിച്ചിറങ്ങുന്നതാണ് ഈ കാണുന്നത്. പല ടൈപ്പ് സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഞാനെടുത്ത്, കുറച്ച് അമ്മയും എടുത്തു. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് വേണം പോവാൻ. ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കാറ് വേറൊരു വഴിക്കാണ് പോകേണ്ടതെന്ന്. ഞങ്ങൾ പിന്നെ കാറ് വേറെ അപ്പുറത്ത് കുറേ ദൂരം നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് വന്നത്. അത് രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ക്രിസ്മസിന് മേടിക്കാനുള്ള പടക്കം എല്ലാം കൂടെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുത്തു പോയി. അമ്മമ്മ മരിച്ചത് കൊണ്ട് കഴിഞ്ഞ വർഷം ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ പടക്കം എല്ലാം ഇരിക്കുമായിരുന്നു. ഞങ്ങളത് തണുത്തത് കൊണ്ട് അത് പൊട്ടിക്കാനുമല്ല. ലാസ്റ്റ് ചേട്ടനാണെങ്കിൽ എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ചിട്ടങ്ങ് പൊട്ടിച്ച വീഡിയോ ആണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു വീട് കത്തിപ്പോയത്. ലാസ്റ്റ് എന്തായാലും പിന്നെ വെള്ളം ഒഴിച്ച് കിടത്തേണ്ടി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വ്ലോഗ്.